പ്രവിത, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എങ്ങനെയുണ്ടായി? ഹായ്. ബ്രേക്ക്ഫാസ്റ്റ് നല്ല സൂപ്പറായിരുന്നു. അതുപോലെ ചായ കുടിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്. നമ്മൾ ഈ അടുത്തായിട്ടൊരു വാർത്ത കേട്ടായിരുന്നു. അനറക്സിയ നെർവോസ എന്ന് പറയുന്ന ഒരു ഈറ്റിംഗ് ഡിസോർഡർ ബാധിച്ചിട്ട് ഒരു കുട്ടി മരിച്ചു എന്നുള്ളൊരു വാർത്ത. വളരെ സങ്കടകരമായൊരു വാർത്തയാണത്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ, ന്യൂസ് റിപ്പോർട്ടിൻ്റെയൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് അതിൻ്റെ താഴത്തെ കമൻറ്റുകൾ ശ്രദ്ധിച്ചപ്പോൾ ആ കമൻസിൽ മുഴുവനും ഒന്നുകിൽ കുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയിട്ട്, അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കുന്ന ഒരു കമൻറ്റുകളാണ് അധികവും കണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിൽ മാനസികാരോഗ്യത്തിനെക്കുറിച്ച് യാതൊരു അവയർനെസ്സും ഇല്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എന്തിനൊക്കെ ഹെൽപ്പ് എടുക്കണം, ഏത് സമയത്ത് ഹെൽപ്പ് ആവശ്യമുള്ളതാണ് എന്നൊന്നും തിരിച്ചറിയാനും സാധിക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടി പറയാം. എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നപ്പോൾ പറഞ്ഞതാണ്, അവർ വൈകിയ വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വൈകിയതെന്ന്. അപ്പോൾ അവർ പറയാണ്, എൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് ആൻഡ് ഫാമിലി താമസിക്കാം. അവരൊന്ന് ഇറങ്ങിയിട്ട് അവർ കാണാണ്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ, നിങ്ങൾക്ക് ടൈമിന് വന്നൂടെ, അവരോട് പറഞ്ഞൂടെ, ഇനിയിപ്പോൾ അവർ കണ്ടാൽ തന്നെ. അപ്പോൾ പറയാണ്, കൗൺസിലിങ്ങിനാണ് വരുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ, അവരെന്താ വിചാരിക്കുക, എനിക്ക് വട്ടുണ്ടെന്നോ ഒക്കെ വിചാരിക്കില്ലേ എന്നവരെൻ്റെ അടുത്ത് പറഞ്ഞു. ഇത്തരമൊരു സൊസൈറ്റിയിലാണ് ആ കുട്ടിയും ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടൊരു സ്റ്റിഗ്മ, അല്ലേ? മാനസികാരോഗ്യം കൃത്യമായി ഒരു സൈക്കോളജിസ്റ്റിനെയോ കൗൺസിലിങ്ങിനോ പോകാനായിട്ടൊരു സ്റ്റിഗ്മയുണ്ട്. അപ്പോൾ ആ സ്റ്റിഗ്മ കുറയ്ക്കുക, ഒഴിവാക്കുക. സോ എൻഡ് സ്റ്റിഗ്മ ആൻഡ് എംബ്രേസ് മെൻ്റൽ ഹെൽത്ത്. താങ്ക് യു. കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് പ്രവീത്.